KTM റിലയബിൾ അല്ല എന്നാണ് ഞാൻ കൂടുതലും കേട്ടുള്ളത്, പ്രത്യേകിച്ച് ഡ്യൂക്ക് 390. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. 2021 ഞാൻ ഇവരെ മേടിക്കുന്നത്. ഇതൊരു യൂസ്ഡ് ഡ്യൂക്ക് 390 ആണ്. പിന്നെ ഇത് ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ 26,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രത്തോളം എൻജിൻ തേയ്മാനമുണ്ട്. പിന്നെ ഇതിൻ്റെ സർവീസൊക്കെ പെർഫെക്റ്റ് ആയതുകൊണ്ട് ആണ് ഞാനിത് എടുത്തത്. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 20,000 കിലോമീറ്ററോളം ഇപ്പോൾ ഓടിച്ചു കഴിഞ്ഞു. ഇത്ര ഓടിച്ചിട്ട് എനിക്ക് പണി വല്ലതും കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല. പറയത്തക്ക എൻജിൻ റിലേറ്റഡായിട്ട് ഒരു പണിയും എനിക്ക് കിട്ടിയിട്ടില്ല. കാര്യം, ഞാൻ എൻജിൻ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കാറുള്ളത്. ഇതൊരു സിംഗിൾ സിലിണ്ടർ ബിഗ് പോട്ട് എൻജിനാണെന്ന് എനിക്ക് നല്ലൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് ഉപയോഗിക്കാറുള്ളൂ. കൂടുതലും 390 പെട്ടെന്ന് പണി കിട്ടാനുള്ള കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഈ എൻജിനകത്ത് നിക്കാസിൽ കോട്ടിംഗ് എന്ന് പറഞ്ഞ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ആ നിക്കാസിൽ കോട്ടിങ്ങിനകത്താണ് ഇതിൻ്റെ പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത്. ഈ നിക്കാസിൽ കോട്ടിങ്ങാണ് നമ്മൾ പോർഷെ കാറുകൾ അല്ലെങ്കിൽ ഫെറാറി കാറുകളിലെ ടോപ്പ് എൻഡ് കാറുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് സോ ഈ ടൈപ്പ് ഒരു നിക്കാസിൽ കോട്ടിങ്ങിനകത്താണ് ഈ 390 എൻജിൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ 200 കുറിച്ചല്ല പറയുന്നത്, 390 മാത്രം സ്പെസിഫിക് ആയിട്ട്. ഇങ്ങനെ ഒരു കോട്ടിങ്ങിനകത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മെറ്റൽ സ്ലീവിനേക്കാൾ ലൈറ്ററാണ്. പിന്നെ പെട്ടെന്ന് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നു. കാരണം അയൺ സ്ലീവ് ഉണ്ടെങ്കിൽ അയൺ സ്ലീവ് എപ്പോഴും ഹോട്ടായിരിക്കും. ആ അയൺ സ്ലീവിൽ ഉണ്ടാകുന്ന പിസ്റ്റൺ ഒരഞ്ഞുണ്ടാകുന്ന ഹീറ്റ് പുറത്തോട്ട് കൊണ്ടുവന്ന് തണുപ്പിക്കാനായിട്ട് കുറച്ച് പാടാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് എൻജിൻ കൂളാവും. അത് ഒന്നാമത്തെ കാര്യം. എൻജിന് ഭയങ്കരമായിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ കാരണം, ഡ്യൂക്ക് 200 ചാസിക്കകത്ത് തന്നെ ഓൾമോസ്റ്റ് ഡബിൾ സൈസുള്ള എൻജിൻ ഇരിക്കുന്നത് ഈ നിക്കാസിൽ കോട്ടിംഗ് എന്ന ടെക്നോളജി ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ നിക്കാസിൽ കോട്ടിങ്ങിന് ഒരു ഡൗൺ സൈഡും കൂടെ ഉണ്ട്. അതാരും സംസാരിച്ചിട്ടില്ല. പോർഷെ കാറുകളുടെ ഹിസ്റ്ററി അല്ലെ ഫെറാറി കാറുകളുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. പോർഷെ കാറുകൾ ചില സീരീസിൽ ആദ്യം ഇറങ്ങിയ ഈ നിക്കാസിൽ കോട്ടിങ്ങുള്ള കാറുകളെല്ലാം വൻ ഡിസാസ്റ്റേഴ്സ് ആയിരുന്നു. അതിനുള്ള കാര്യം എന്ന് വെച്ചാൽ അഡൾട്രേഷൻ ആണ് ഫ്യൂവലിനകത്തുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് അവർ ഇത്ര സർട്ടിഫിക്കറ്റ് റോൺ റേറ്റിംഗ് ഉള്ള പെട്രോൾസ് മാത്രമേ ഈ ഫെറാറിക്കകത്താണെങ്കിലും പോർഷയിലൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. കാരണം അതിൻ്റെ താഴോട്ട് കൂടുന്ന എൻജിൻ നോക്കിംഗ് ഉണ്ടാകും. എൻജിൻ നോക്കിംഗ് ഒന്നും ഈ നിക്കാസിൽ കോട്ടിങ്ങുള്ള എൻജിൻ താങ്ങത്തില്ല. നമ്പർ 1 പോയിന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, സൾഫർ. നമ്മുടെ ഡീസൽ കാറുകളിനകത്ത് ഏറ്റവും സൂപ്പർ അഡിക്റ്റീവായിട്ട് തേയ്മാനം കുറയ്ക്കാൻ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് സൾഫർ. ഈ സൾഫർ തന്നെ നമ്മുടെ ചിലപ്പോൾ ഒരു ലോറിയിൽ തന്നെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെട്രോൾ പമ്പിൽ പോയിട്ട് മിക്സ് ആവുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഈ പെട്രോൾ അത് സൾഫറും കൂടെ മിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഡ്യൂക്ക് 390 ഈ നിക്കാസിൽ കോട്ടിങ് ഇളകാനായിട്ട് കാരണമാകും. ഈ സൾഫർ എന്ന് പറഞ്ഞാൽ നിക്കാസിൽ കോട്ടിങ്ങായിട്ട് ഭയങ്കരമായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. നിക്കാസിൽ കോട്ടിങ്ങിനെ ഓക്സിഡൈസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അങ്ങനെ ഓക്സിഡൈസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് എൻജിൻ പണി ഉണ്ടാവും. അങ്ങനെയാണ് പല വണ്ടികൾ 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും എൻജിൻ പോയി എന്നൊക്കെ പറയുന്നത്, വെള്ളപ്പുക വരുന്നതെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇവനെ എടുത്തപ്പോൾ തൊട്ട് ഒറ്റ രീതിയിൽ മാത്രമേ പെട്രോൾ അടിച്ചിട്ടുള്ളൂ. ഞാൻ എപ്പോഴും പ്രീമിയം പെട്രോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പ്ലസ് ഞാൻ എല്ലാ 2 മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല ഫ്യൂവൽ അഡിക്റ്റീവ് ഉപയോഗിക്കാറുണ്ട്, ഒരിക്കലും എൻജിന് നോക്കിങ് വരാതിരിക്കാൻ വേണ്ടി. പിന്നീട് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് 4 കോയിൽ സീരീസ് പോയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര കോമൺ ആണ്. ക്ലച്ചിൻ്റെ കേബിൾ പോയിട്ടില്ല, ലൂസായി സ്ട്രെച്ച് ആവാതെ പോയിട്ടുണ്ട്. അതൊക്കെ കൺസ്യൂമർബിൾസ് എന്ന് പറയുന്ന ഐറ്റത്തിൽ വരുന്നതാണ്. പിന്നെ എല്ലാ 5,000 കിലോമീറ്റർ ഞാൻ ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഉപയോഗിച്ചാണ് മാറുന്നത്. ഞാൻ മോട്യൂൾ 7100 ഉപയോഗിക്കാറേ ഇല്ല. ഞാനൊരു മോട്യൂൾ ഫാനും അല്ല. ഞാൻ GS കാൽടെക്സ് അല്ലെങ്കിൽ കാസ്ട്രോൾ പോലുള്ള ബ്രാൻഡുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഇവിടെ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഫുള്ളി സിന്തറ്റിക് ബ്രാൻഡ്സ് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെയൊക്കെ നോക്കിയിട്ട് കൊണ്ടായിരിക്കാം എൻ്റെ എൻജിൻ ഇതുവരെ ഒരു പ്രശ്നമില്ല. ഞാൻ കഴിഞ്ഞ ഷോറൂം KTM സർവീസിന് കൊണ്ടുപോയപ്പോഴും ചോദിച്ചായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എൻജിന് സൗണ്ട് വ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന്. ചേട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ആണ്. അപ്പോൾ 390 റിലയബിൾ അല്ലെന്ന് പറയുന്നത് എനിക്ക് എത്രത്തോളം സത്യമെന്ന് എനിക്കറിയത്തില്ല. പ്ലസ് നിങ്ങൾ പലരും ഈ KTMന്റെ ബൈക്കിനെ ഹോണ്ടയും യമഹയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള 10 ബൈക്കുകൾ എടുത്താൽ 7ാമതോ 8ാമത്തെ സ്ഥാനമായിരിക്കും KTMനുള്ളത്. അല്ലാതെ ബജാജിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് ബജാജ് ഉണ്ടാക്കിയതിന്റെ പെശവ് കൊണ്ടോ അല്ല. KTMന്റെ ബൈക്കുകളിൽ 8-9 സ്ഥാനത്താണ് റിലയബിലിറ്റിയിൽ സൂപ്പർ ഡ്യൂക്ക് വരെ ഉള്ളത്. ഈ ഹോണ്ടയുടെ യമഹയുടെ ബൈക്കിൽ നമ്പർ 1
ആ ഒരു റിലയബിലിറ്റിയുടെ വ്യത്യാസം ഇവരുടെ ചെറിയ മോഡലിലും എന്തായാലും ഉണ്ടാവും. ബജാജ് ഉണ്ടാക്കിയാലും ഇല്ലേലും ആ ഒരു വ്യത്യാസമുണ്ട്. അത് ഒരു പരിധി വരെ ഈ റിലയബിലിറ്റി കുറയാനുള്ള കാരണമുണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ള എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്യൂക്കിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ സ്പെയറിൻ്റെ വിലക്കുറവാണ്. നമുക്ക് എത്ര സാധനം വേണേലും വളരെ ചീപ്പായിട്ട് മേടിക്കാൻ പറ്റും. ഇനി ആകെപ്പാട് എനിക്ക് ഈ വണ്ടിക്കകത്ത് മെയിൻ്റനൻസ് അല്ലെങ്കിൽ വില കൂടിയൊരു പാട്ടെന്ന് വെച്ചാൽ സിലിണ്ടർ കിറ്റിന് മാത്രമാണ്. സിലിണ്ടർ കിറ്റ് നിക്കാസിൽ കോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു തുക വരുമായിരിക്കാം അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ. അല്ലാതെ വേറെ ക്ലച്ച് കേബിളും ബ്രേക്ക് കേബിളും ബ്രേക്ക് പാഡും ഒന്നും ഒരു വില എനിക്ക് തോന്നിയിട്ടില്ല. വളരെ ചീപ്പായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ ഹോണ്ട CBR ഒക്കെ നോക്കുമ്പോൾ. ആ ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലതാനും. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇവൻ്റെ പെർഫോമൻസ്